എനിക്ക് അമ്മേനെ നോക്കാൻ പറ്റത്തില്ല. നാട്ടുകാർക്കൊക്കെ ഇങ്ങനെയുള്ള സംഭവമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ശരിതെറ്റുകളൊന്നുമില്ല. അവരവിടെ അങ്ങോട്ട് വിചാരണ തുടങ്ങി ഒരു സാധാരണക്കാരനാണെങ്കിൽ അവനെ വലിച്ചു കീറി നശിപ്പിച്ച് ഭിത്തിയിലൊട്ടിച്ച് ഇന്നത്തെ കാലത്ത് എന്നാ കൊടുത്താലും തിരിച്ചു കിട്ടണമെന്നില്ല. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്നൊരു പഴഞ്ചൊല്ലുണ്ട് എന്ന് പറഞ്ഞതുപോലെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നല്ല ജലദോഷവും ശ്വാസമുട്ടൽ, ചുമ, കഫക്കെട്ട് എല്ലാം ഉണ്ട് കേട്ടോ. തീരെ വയ്യാണ്ടിരിക്കുകയാണ്. കിടന്ന പോലെ അവസ്ഥയാണ് ഇന്നത്തെ ദിവസം. വേറെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാർത്ത കണ്ടു. മക്കൾ അമ്മയെ ഉപേക്ഷിക്കാൻ എന്താണ് കാരണം? അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ അമ്മമാരെയൊക്കെ ഉപേക്ഷിക്കുന്നതെന്നുള്ള വാർത്ത കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വികാരധീനരായിട്ടാണ് നമ്മൾ ഈ വാർത്തകൾ കാണുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാരണങ്ങൾ തേടി പോലും പോകത്തില്ല. ആ മക്കളെ ഭയങ്കരമായിട്ട് കുറ്റം പറയും അല്ലേ? അല്ലെങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ ചില വാർത്തകൾ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സൈഡ് കേൾക്കാതായിരിക്കും നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു വാർത്താ മാധ്യമത്തിൽ ഭയങ്കര ചർച്ചയാണ്. മക്കൾ അമ്മേനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ വലിച്ചു കീറുന്ന രീതിയിൽ മോശമായിട്ട് ഭയങ്കരമായിട്ട് ഇതായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ചാനലുകാർ ഈ മകളെ ടെലിഫോണിൽ വിളിക്കുക. എന്താണ് കാരണം, അമ്മയെ ഉപേക്ഷിക്കാനുള്ള കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, എനിക്ക് അമ്മേനെ നോക്കാൻ പറ്റത്തില്ല എന്ന് തീർത്ത മകൾ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ് കാരണം ചോദിക്കുമ്പം മകൾ പറയുന്നുണ്ട്, കുറേ കാരണങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും ആ കാരണങ്ങൾ കേട്ട് കഴിയുമ്പോഴാണ് നമുക്ക് അതിനകത്ത് ഈ ശരിയും തെറ്റും മനസ്സിലാകുന്നത്. ശരിക്കും അമ്മയെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ മാതാപിതാക്കളെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്, അവരെ നോക്കാതിരിക്കുക എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവരെങ്ങനെയുള്ളവരായിരുന്നാലും അപ്പനും അമ്മയെന്ന് പറഞ്ഞിട്ട് മക്കളെ സൃഷ്ടിച്ചത് കൊണ്ട് മാത്രം അപ്പനും അമ്മയും ആകുന്നില്ല ആരും. അപ്പോൾ അവരൊക്കെ ചെയ്യേണ്ട കുറേ കടമകൾ ചെയ്യുക, അവരെ സ്നേഹിക്കുക. അപ്പോൾ അതിൻ്റെ താഴേക്ക്, ആ വാർത്തയുടെ താഴേക്ക് 1 മണിക്കൂർ മുമ്പ് വന്നൊരു വാർത്തയാണ്. അപ്പോൾ അതിൻ്റെ താഴേക്ക് 250 കമൻ്റ് ഉണ്ട്. ഞാൻ ആ കമൻറ്റുകൾ എടുത്ത് ഇങ്ങനെ വായിച്ചു. എൻ്റെ മനസ്സിലേക്ക് തോന്നിയ ചിന്തയാണോ ഈ കമൻറ്റിലും വരുന്നതെന്ന് അറിയാനായിട്ട്. കാരണം എനിക്ക് ആ മകളെ അന്നേരം ഇപ്പോൾ കുറ്റപ്പെടുത്താനായിട്ട് തോന്നിയില്ല. അതിൻ്റെ പിന്നാമ്പുറത്തുള്ള സത്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് അറിയത്തില്ലെങ്കിലും അവർ പറഞ്ഞത് കേട്ടിടത്തോളം എനിക്കും ആ മകളെ കുറ്റപ്പെടുത്താൻ തോന്നിയില്ല. അത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കയറിയ കമൻറ്റ് ബോക്സ് ഇങ്ങനെ പരിധി നോക്കിയപ്പോൾ ഒരു കമൻറ്റ് പോലും ആ മകൾക്കെതിരായി വന്നിട്ടില്ല. അതിനകത്ത് ഫസ്റ്റ് കമൻറ്റിൽ തന്നെ കിടപ്പുണ്ട്, അച്ഛനായാലും അമ്മയായാലും സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം, അല്ലെങ്കിൽ തിരിച്ചു കിട്ടില്ല. പിന്നെ കമൻറ്റാണ്, അങ്ങോട്ട് കൊടുക്കാത്ത സ്നേഹവും കരുതലും തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. നിർവികാരമായ ശബ്ദം പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല, അതിന് കാരണവും നിശ്ചയവും ഉണ്ടാവും. അതായത് അവരുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവർ ചില കാര്യങ്ങളിൽ അനുഭവിച്ച് മടുത്തിട്ടായിരിക്കാം ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അവർ പറയുന്നുണ്ട്, 26 വർഷം മുൻപ് ആയിട്ട് ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. വയ്യാതെ കിടപ്പിലായി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ വിളിച്ച് എൻ്റെ അടുത്തേക്ക് തേടി വന്നു. അപ്പോൾ എൻ്റെ ഇതുകൊണ്ട് തന്നെ എനിക്ക് സങ്കടം തോന്നിയതുകൊണ്ട് തന്നെ ഞാനൊരു വീടെടുത്ത് താമസിക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണമെന്ന് പറഞ്ഞു. ഭക്ഷണ സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്തു. അതിനിടയ്ക്കും ഈ അവിടെ ആരണ്ടോടൊക്കെ എല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി. അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷെ ശരിയായിരിക്കാം, അവർ പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷേ ഇതിനെല്ലാത്തിനകത്തും ഒരു പ്രധാന കാരണമുള്ളത് എന്താണ്? നമ്മൾ ആരായാലും കാരണന്മാരിപ്പം ഞങ്ങളും മാതാപിതാക്കളായില്ലേ. അപ്പോൾ നമ്മൾ ആരായാലും, നമ്മുടെ മാതാപിതാക്കളായാലും മറ്റുള്ളവരുടെ ആരായാലും, മാതാപിതാക്കളായിട്ടുള്ള ആരായാലും മക്കളെ കൊടുക്കേണ്ട സ്നേഹവും കരുതലും കൊടുത്ത് വളർത്തിയില്ലെങ്കിൽ അത് തിരിച്ചു ഒരിക്കലും തിരിച്ചു കിട്ടണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ കാലത്ത് എന്നാ കൊടുത്താലും തിരിച്ചു കിട്ടണമെന്നില്ല. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്നൊരു പഴഞ്ചൊല്ലുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യേണ്ട കടമകളെങ്കിലും കൃത്യമായിട്ട് നിറവേറ്റുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരുന്നിട്ട് അവസാന നിമിഷം എനിക്കൊന്നും തന്നില്ലേ, എന്നെ ഒന്നും നോക്കിയില്ലേ, ചെയ്തില്ലേ എന്ന് പറഞ്ഞ് മേലോട്ട് നോക്കിയിരുന്ന് നിലവിളിച്ചിട്ട് യാതൊരു കാര്യമല്ല. അത് ഏത് മാതാപിതാക്കളായാലും. അപ്പോൾ അവർ കൊടുക്കേണ്ട സമയത്തുള്ള സ്നേഹവും കരുതലും കൊടുക്കുക തന്നെ വേണം. അല്ലാത്തടത്തോളം ഇങ്ങനെയുള്ള വാർത്തകൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കും, വാർത്തകൾ ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും. കാരണം ചാനലുകാർക്കൊക്കെ ഇങ്ങനെയുള്ള സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ശരിതെറ്റുകളൊന്നുമില്ല. അവരവിടെ അങ്ങോട്ട് വിചാരണ തുടങ്ങി ഒരു സാധാരണക്കാരനാണെങ്കിൽ അവനെ വലിച്ചു കീറി നശിപ്പിച്ച് ഭിത്തിയിലൊട്ടിച്ച് നാശമാക്കി കളയും. അല്ലെങ്കിൽ നാട്ടുകാരോ ബന്ധുക്കൾ എന്ന് വേണ്ട സകലവരും ആ ഒരു ആളെ ചിലപ്പം തിരഞ്ഞു പിടിച്ച് ആക്രമിക്കും. അത് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതിനകത്തേക്കൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പിന്നെ കമൻറ്റുകൾ കണ്ടിട്ട് ഞാൻ മടുത്തു പോയി. മക്കളെ കുറ്റം പറയാനായില്ല. ഇവർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. നല്ല ആരോഗ്യമുള്ള കാലത്ത് മക്കളെ വേർതിരിച്ച് കാണുകയും അവർക്ക് ചെയ്യേണ്ട കടമകൾ ചെയ്യാതെയും കിടപ്പിലാകുമ്പോൾ എന്നെ മക്കൾ പിടിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ മാതാപിതാക്കൾ സമൂഹത്തിലുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇങ്ങനെയും കുറച്ച് പേരുണ്ട്.
ശരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇത് വന്നേക്കുന്ന കമൻറ്റുകൾക്കെല്ലാം 10, 200, 300 ലൈക്കാണ് ഈ 1 മണിക്കൂർ കൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആ പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം എന്താ പറയുക ശരിയും തെറ്റ് അവർ പറഞ്ഞ കാര്യങ്ങളിലെ ശരിയും തെറ്റല്ല അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സാഹചര്യത്തിലേക്ക് എത്തിച്ച ആ മാതാപിതാക്കളെയാണ്. അവർ ആയ കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത് എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്ന് പറഞ്ഞു നടന്നിട്ട് പിന്നീട് വയ്യാതെ ഇപ്പം നമ്മൾ ആരാണെങ്കിലും വീണ് പോയി കഴിയുമ്പോൾ സഹായം ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ആയിരിക്കുന്ന സമയങ്ങളിൽ സഹജീവികളോട് സ്നേഹവും കരുണയും കാണിക്കുക പരമാവധി പറ്റുന്ന രീതിയിൽ. അതിപ്പം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആരോടും നല്ല രീതിയിൽ ഇടപെടുക, നല്ല രീതിയിൽ പെരുമാറുക, പരമാവധി മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കാൻ പോകാതിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ദൈവം സഹായിച്ച് ഒരിക്കലും തിരിച്ച് ഇതുപോലുള്ള അനുഭവങ്ങളൊന്നും ആർക്കും ഉണ്ടാവില്ല. ഇതൊക്കെ ചെയ്താലും ഇന്നത്തെ കാലം നിയമം തന്നെ എത്ര നല്ല രീതിയിൽ മക്കളെ നോക്കിയെന്ന് പറഞ്ഞാലും ഏത് രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നാലും തിരിച്ച് നല്ലതൊന്നും കിട്ടണമെന്നുമില്ല. അങ്ങനെയൊക്കെ വരുന്നിടത്താണ് ഇങ്ങനെ വാർത്ത വന്നിട്ട് അവരെ നമ്മൾ കുത്തിപ്പറിക്കുന്നത് കാണുമ്പം നമുക്ക് എന്താ പറയുക, അയ്യോ അത് അവർ കാണിച്ചത് ശരിയല്ല, അവരോട് ഒരിക്കലും പോക്കാനും പറ്റത്തില്ല. അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ ഒരുപാട് കാണാറുണ്ട്, അങ്ങനത്തേതും കാണുന്നുണ്ട്. യാഥാർത്ഥ്യമായിട്ടുള്ള ഓരോ ഒട്ടും വയ്യാതായി കഴിയുമ്പോൾ കാരണന്മാരെ എടുത്തുകൊണ്ട് കുപ്പത്തൊട്ടി തട്ടുന്ന ഒരുപാട് മക്കളും ഇന്നത്തെ കാലത്തുണ്ട്. അതായത് എത്ര നിലവിൽ നോക്കിയാലും അല്ലെങ്കിൽ അവരുടെ ഇല്ലായ്മയിലും അവർ നോക്കി പെറുക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ചിലപ്പോൾ 5, 6 മക്കളുള്ളവരായിരിക്കും, 2, 3 മക്കളുള്ളവരായിരിക്കും അനാഥാലയത്തിലും അഗതി മന്ദിരങ്ങളിലും കഴിയുന്നത്. അങ്ങനെയുള്ള സാഹചര്യവും ഇന്ന് ഒരുപാടുണ്ട്. അങ്ങനെയുള്ള മക്കളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ മുട്ടുകാല് തല്ലിയോടിക്കണമെന്നേ പറയുള്ളൂ. കാരണം അതിനെയൊന്നും ഭൂമിക്ക് മേലെ പക്ഷേ അവന് കിട്ടാൻ പോകുന്ന ഇതൊക്കെ തന്നെയായിരിക്കും അവൻ്റെ ഭാവിയിൽ അവൻ്റെ മക്കൾ എന്താണോ കണ്ടുപഠിക്കുന്നത്. അവൻ ഇത് കാണിച്ചു കൊടുക്കുന്ന മാതൃകയാണ് ഒരു ഇത്ര ശതമാനം. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനും കുടുംബം ഇങ്ങനെ ക്ലാസ് എടുക്കുക, നല്ലൊരു ക്ലാസ് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ക്ലാസ്സിനിടയ്ക്ക് പറയുന്നത് ഒരു അച്ഛനെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അച്ഛൻ പറയുകയാണ് 50% നമ്മൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ് മക്കൾ പഠിക്കുന്നത്, 50%. ബാക്കി 25% എന്താ പറയുക മാതാപിതാക്കളുടെ പേരൻസിൽ നിന്നാണ്, വല്യപ്പനും വല്യമ്മയും അവരിൽ നിന്നാണ് ബാക്കി 25% മക്കൾ ആർജിച്ചെടുക്കുന്നത്. ബാക്കിയുള്ള 25%, 75 അവിടെ തന്നെയായി, വീട്ടിൽ നിന്ന് തന്നെയായി. ബാക്കിയുള്ള 25% മക്കൾ സ്വയം ആർജിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ നല്ലത് കാണിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും നല്ല രീതിയിൽ കരുതുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഒന്നും മക്കൾ കൈവിട്ട് പോകില്ല. അപ്പോൾ പിന്നീട് അവസാനം ഇരുന്ന് നിലവിളിക്കേണ്ട അവസ്ഥയും വരത്തില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ സുഖിച്ച് ലാവിഷായിട്ട് നമ്മുടെ തന്നിഷ്ടത്തിന് നടന്നു കഴിയുമ്പോൾ നാളെ പിന്നെ കിടന്ന് നിലവിളിച്ചാൽ ആരും നമ്മളെ നോക്കാനുണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഒരു വാർത്തയിൽ നിന്നും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സ് പോലെ തന്നെയാണെന്ന് അറിയാൻ വേണ്ടി, കുറേ പേരുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആൾക്കാർക്ക് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ പെട്ടെന്നുണ്ടാകുന്നൊരിതുണ്ടല്ലോ, അവർ റിയാക്ട് ചെയ്യുന്നതാണ് ഈ കമൻറ്റ് ബോക്സിലൂടെ. ചിലപ്പോൾ മോശമാണെങ്കിൽ നല്ല തെറിവിളികൾ വരും കമൻറ്റ് ബോക്സിൽ. ഇപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടാലും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ആൾക്കാരുടെ റിയാക്ഷൻസ് കൃത്യമായിട്ടും ഓൺ ദ സ്പോട്ടിൽ അറിയാൻ പറ്റണമെങ്കിൽ സംസാരിക്കുകയല്ല ചെയ്യുന്നത്, അവർ കമൻറ്റുകളിലൂടെ എഴുതി വിടുകയും ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ കാണാനിടയായി. അപ്പോൾ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്തതാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനത്ര സുഖമായിട്ടല്ല ഇരിക്കുന്നത്, കാരണം ഭയങ്കര വയ്യായികയാണ്, ശ്വാസം മുട്ടലുണ്ട്. അതിന് ശ്വാസം മുട്ടലിന് ആസ്മയുടെ പ്രശ്നം എനിക്കുണ്ട്. അപ്പോൾ അതിനുവേണ്ടി മരുന്നെടുക്കുന്നുണ്ട്. ആയുർവേദം തൽക്കാലം ഇന്നിപ്പോൾ ഒരു ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്തേക്കാണ്. ഞാൻ ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ആൻറ്റിബയോട്ടിക് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആൻറ്റിബയോട്ടിക് എടുത്തില്ല. ആൻറ്റിബയോട്ടിക് എടുത്താൽ വീണ്ടും ഭയങ്കര ക്ഷീണമായി പോകും. അപ്പോൾ അല്ലാതെ തന്നെ കുറേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നല്ല കഫക്കെട്ടായി, നല്ല ചുമയുണ്ട്, പിള്ളേർക്ക് ചുമയുണ്ട്, അവർക്ക് ചുമയുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും മൊത്തത്തിൽ ആവശ്യതയായിരിക്കുകയാണ്. പിന്നെ ഇന്നലെ ഞാൻ ഈ വെയിൽ കൊണ്ടിട്ട് കണ്ടമാനം നിന്നിട്ടായിരിക്കാം എനിക്കിപ്പോൾ ഇത്രത്തോളം എനിക്ക് കണ്ടമാനമാണ്, ഞാൻ പറ്റ ആവശ്യതയായിപ്പോയി. കാരണം ഫുള്ള് വെയിൽ കൊണ്ടിട്ടാണ് ഞാൻ ഇന്നലെ ഇവിടെ പെയിൻ്റ് അടിയൊക്കെ നടത്തിയത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വേറൊരു വിഷയവും അല്ലെങ്കിൽ വേറൊരു കാര്യവുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റ ബൈ.